കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്ന് പാടും ദൂതമൊക്കെ ആക്കുപാട് സുത്തരും ഇത്രത്തോളം സഹായിച്ചു. അന്ന് പാടും ദൂതമൊക്കെ ആക്കുപാട് സുത്തരും ഇത്രത്തോളം സഹായിച്ചു. 7 മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചാണ് വായിക്കുന്നത്. എങ്ങനെ ദൈവത്തെ സേവിക്കാൻ കഴിയും? ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചത്, നാം എന്തും ചെയ്യാൻ നാം എന്ത് ചെയ്യണം? തയ്യാറാകണം. എന്തും ചെയ്യണം. ദൈവത്തിന് വേണ്ടി നാം എന്തും ചെയ്യാൻ നാം ഒരുക്കത്തോടെ ആയിരിക്കണം. വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ് സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ദൈവം നിനക്ക് സംഗതി വന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. ചെയ്യുന്നതൊക്കെയും ദൈവത്തിന്റെ വേളയിൽ ചെറിയ ജോലിയൊന്നും വലിയ ജോലി ഒന്നും അല്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിങ്ങനെ ചെയ്യണം, ശക്തിയോടെ ചെയ്യണം. പലരും നാം ദൈവത്തിന്റെ വേളയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ശക്തിയല്ല, പിറുപിറുപ്പോടെ ചെയ്യണം. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ മനുഷ്യരായിട്ട് പിറുപിറുക്കും. അവസാനം നാം ദൈവത്തിന്റെ അടുക്കലും പിറുപിറുക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പിറുപിറുക്കും. ഇസ്രായേൽ അതാണ് ചെയ്തത്. അവരുടെ ജീവിതം ഏറ്റവും ഉണ്ടാകുന്ന വലിയൊരു പാപം എന്ന് പറയുന്നത് പിറുപിറുപ്പാണ്. മോശയോട് പിറുപിറുത്ത്, ചുറ്റൊരു ജനത്തോട് പിറുപിറുത്ത്, ദൈവത്തോട് പിറുപിറുത്ത്. ഇസ്രായേൽ ചെയ്ത ആദ്യത്തെ കാര്യം. അതുകൊണ്ട് എന്താണ് നഷ്ടപ്പെട്ടത്? അവർക്ക് വാക്കുതത്വം പറഞ്ഞപ്പെട്ട കാനാൻ ദേശത്തിൽ അവർക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. പറയട്ടെ, നാം ദൈവസഭയിൽ ചെയ്യുന്ന ഏത് കാര്യമാകട്ടെ അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലുതാണ്. ചിലപ്പോൾ തൂക്കല ജോലിയായിരിക്കും, ചിലപ്പോൾ പാത്രം കഴുകുന്ന ജോലിയായിരിക്കും, ചിലപ്പോൾ ചാറ്റിന്റെ ജോലിയായിരിക്കും, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ചായ എടുക്കുന്ന ജോലിയായിരിക്കും. ഏത് ചെയ്താലും അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലുതാണ്. അല്പമായി ദൈവം ഒരിക്കലും അത് കണക്കെടുക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ചെയ്യുന്ന ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒவ்வொரு കാര്യമോ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലുതാണ്. അതുക്കാണ് പ്രതിഫലം ദൈവം തരും. വിചാരിക്കുന്നത് അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം. ഇവിടെ നിന്ന് പ്രബോധനം ചെയ്യുന്നത് വലിയ കാര്യമാണ്. സ്തോത്രക്കാഴ്ച ഓഫറിംഗ് എടുക്കുന്നത് വലിയ കാര്യമാണ്. സഭയിലോട്ട് വന്ന ഒരു വ്യക്തിയെ നാം സ്വീകരിക്കുന്നത് വലിയ കാര്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ അല്പമായി വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ദൈവസഭയിൽ ചെയ്യുന്ന ഒவ்வொரு കാര്യവും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രനാൾ പിറുപിറുപ്പോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് മതിയാക്കുക. പിറുപിറുപ്പില്ലാതെ ദൈവസന്നിധിയിൽ വചനം പറയുന്ന പോലെ എന്താണ്? നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. ദൈവസഭയിൽ നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ വിശ്വാസം ഇല്ലെങ്കിൽ ദൈവം എന്നെ വിട്ട് മാറ്റും, വേറെ കർത്താവ് ഏൽപ്പിക്കും. ദൈവത്തിന് ഒരു വിഷയമേ അല്ല. പക്ഷെ നഷ്ടപ്പെട്ട ആരാണ്? നാം തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ദൈവസഭയിൽ മാത്രമല്ല, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെയും മനുഷ്യർക്ക് നല്ല ദൈവത്തിന് എന്ന പോലെ ചെയ്യുക. അത് ശക്തിയോടെ ചെയ്യുക. ഞാൻ പറയട്ടെ, നിങ്ങൾക്കാണ് പ്രതിഫലം ദൈവം തരും. അതുകൊണ്ട് നമ്മൾ വായിച്ചതുപോലെ നാം എന്ത് ദൈവത്തിന് വേണ്ടി നാം എന്തും ചെയ്യാൻ നാം തയ്യാറെടുക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യത്തിൽ നിങ്ങൾ മാറ്റി വെക്കരുത്. ഡു നോട്ട് പോസ്റ്റ്പോൺ. നിങ്ങൾ ഒരു കാര്യത്തിൽ മാറ്റി വെക്കരുത്. നമുക്ക് വായിക്കാം വചനം, സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അർത്ഥം, നാളെ എന്ന് പറയുന്നത് ദൈവ മക്കൾക്കുള്ളതല്ല. ഇന്ന് നാം ജീവനോട് നാം ഈ സമയം നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഓക്കെ, നാളെ ദിവസം ദൈവ മക്കൾക്ക് ഉള്ളതല്ല. കർത്താവ് ഏത് സമയത്ത് വിളിച്ചാലോ നാം പോകാൻ ഒരുങ്ങിയിരിക്കണം. കർത്താവ് ഏത് സമയം വിളിക്കുമെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ല. ஆனால் നാം ഒരുക്കത്തോടെ ആയിരുന്നാൽ ഏത് സമയം വന്നാലും ഏത് ദിവസം വന്നാലും ദൈവം വിളിക്കുമ്പോൾ നാം പോയേ മതിയാകും. അല്ലേ? ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന എത്ര ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ 100 വയസ്സിൽ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിൾ 900 വർഷം 700 വർഷം ജീവിച്ച വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ஆனால் ഇന്ന് എന്തായി?
കാലങ്ങൾ മാറിയപ്പോൾ മനുഷ്യരുടെ ആയുസ് എത്രയാണ്? 80 വന്ന് അടങ്ങിയിട്ടുണ്ട്. 80 വയസ്സാണ് ഒരു മനുഷ്യർക്ക് ദൈവം കൊടുത്ത ആയുസ്. കൂടിപ്പോയാൽ എന്താണ്? 80, 85, 90 പോകാം. ஆனால் ഇപ്പോൾ ഈ പ്രായമ്പോൾ നമുക്ക് എന്തുണ്ട്? എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട്, ഇല്ലാത്ത രോഗം ഒന്നും ഇല്ല. ஆனால் വചനം പറയുന്നത് മോശെ 80 വയസ്സിലാണ് ദൈവം അവനെ ദൈവത്തിലേക്കായി വിളിച്ച് 120 വർഷം അവൻ ആരോഗ്യത്തോടെ ആയിരുന്നു. വചനം പറയുന്നത് അവന്റെ വസ്ത്രം പഴുതായിട്ടില്ല, അവന്റെ കണ്ണിന് കാഴ്ചയ്ക്ക് ഒരു കുറവുമില്ല. എന്തുകൊണ്ടാണ് മോശയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയത്? പറഞ്ഞു, മോശ ദൈവത്തോട് ആയിരുന്നു. അതെ, മോശ ദൈവത്തോടായിരുന്നു മാത്രമല്ല, ദൈവത്തെ മുഖമുഖമായി കണ്ട വ്യക്തിയാണ്. ആ ദൈവ സാന്നിധ്യം നമ്മെ മോശയുടെ കൂടെ ആയിരുന്നു. പിന്നെ നമുക്ക് എന്തുകൊണ്ട് അത് ഇല്ലാൻ പറഞ്ഞാൽ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധമോ വളരെ കുറവാണ്. നാം എന്ത് ചെയ്യണം? ഈ നാളുകളിൽ നാം ദൈവത്തോട് അടുക്കണം. നാം പല മനസ്സിലാകുന്നോ? ദൈവത്തോട് അടുക്കണം. നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യണം? നാം ആയിരിക്കുമ്പോൾ നമ്മുടെ അറ്റാച്ച്മെന്റ് എന്താണ്? ലോകത്തോടാണ് കൂടുതൽ നാം ആയിരിക്കുന്നത്. ലോകത്തെ നാം ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തോട് അടുക്കേണ്ട കാര്യങ്ങൾ നാം ദൈവത്തോട് അടുത്താൽ, ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ രോഗങ്ങളെ മാറ്റും. അവന്റെ സാന്നിധ്യം നിറയ്ക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറും. എവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവിടെ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അവൻ നമ്മളെ വിടുവിക്കും. നാം ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മളെ വഴി നടത്തും. കർത്താവ് നമ്മളെ എവിടെ അയക്കണോ അവിടെ അയക്കും. കർത്താവ് എവിടെ അയക്കണം പറഞ്ഞ കർത്താവിന് നീ പോകേണ്ട എന്ന് പറയും. നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കുന്നത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. നമുക്ക് വായിക്കാൻ മറ്റൊരു വാക്യം കൂടെ, യാക്കോബ് 4-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വാക്യങ്ങൾ. ഇന്നോ നാളെയോ ഞങ്ങൾ ഈ പട്ടണത്തിൽ പോയി അവിടെ ഓരാണ്ട് കഴിഞ്ഞ് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പി. എന്താണ് കേൾക്കണം? നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നതിനെന്ന് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വാക്യം എടുത്തു പറയുന്നത്, നാളെ ദിവസം നമുക്കുള്ളതല്ല, നാം നാളെ ചെയ്തല്ല, നാം ചെയ്യാമെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. കർത്താവിന്റെ ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ നാളെ അത് ദൈവത്തിന്റെ കൃപയാൽ നാം ചെയ്യാം എന്നും പറഞ്ഞ് മാത്രമേ നാം വാക്ക് കൊടുക്കണം. അപ്പോൾ നാളത്തെ ദിവസത്തെ അല്ലെങ്കിൽ നമുക്കെല്ലാം ഒരു പ്ലാൻ ഉണ്ട്. പ്ലാനിങ് ആവശ്യമാണ്. എന്നാൽ ആ പ്ലാനിങ് എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയ ജഡത്തിൽ ചെയ്യാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ അത് വിജയിക്കും. എന്നാൽ പ്ലാനിങ്ങും എല്ലാം അത്യാവശ്യമാണ്, അതൊക്കെ വേണം, വേണ്ട എന്ന് പറയുന്നില്ല. അതെല്ലാം ദൈവത്തിന്റെ ആത്മനിയോഗത്തിൽ അതൊക്കെ ചെയ്യണം. അപ്പോൾ നാളെ ദിവസം നമുക്കുള്ളതല്ല, ഇന്ന് നമുക്കുള്ളതാണ്. പക്ഷെ നിങ്ങൾ നാളെ കാണോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവ് ജീവൻ തരുമെങ്കിൽ നാളെ ഇവിടെ കാണും എന്ന് നമുക്ക് പറയണം. നമ്മൾ പറയുന്നത് ആ കാണും എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, വെറുതെ പറയുന്നുണ്ട്. ചിലപ്പോൾ നാളെ അധികം പറയുമ്പോൾ നമ്മുടെ ജീവൻ മാറ്റപ്പെട്ടാൽ നമ്മുടെ വാക്ക് എന്താകും? അവിടെ നമുക്കൊരു കള്ളം പറഞ്ഞു, നമ്മൾ അറിയത്തില്ല. അപ്പോ ഇനി തൊട്ട് ഇങ്ങനെ നാളെ നമുക്കുള്ളതല്ല. നാളെ എന്ന് പറയുന്നത് ദൈവമക്കൾക്കുള്ളതല്ല. നാം പറയണം, നാളെ എന്ന് ചോദിച്ചാൽ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ കാണും. കർത്താവ് ജീവൻ നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കാണും. നാം ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാൽ ആ ദൈവസന്നിധിയിൽ എത്തണം. അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നാം ചെയ്യുന്നത് എല്ലാം എന്ത് ചെയ്യണം? ക്രമമായിട്ട് ചെയ്യണം. നമുക്ക് വായിക്കാം. മൂന്നാമത്തെ കാര്യം, നാം ചെയ്യേണ്ട കാര്യം എന്ത്? എല്ലാം ചിട്ടയായും ക്രമമായും നാം ചെയ്യണം. മൂന്നാമത്തെ കാര്യം വായിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. എങ്ങനെ വാക്യം? സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ഓക്കെ, അപ്പോൾ നാം ചെയ്യുന്ന ഏത് കാര്യവും നിങ്ങൾ ചെയ്യണം, അതിനൊരു ഓർഡർ ഉണ്ട്. ദൈവത്തിന്റെ വേളയിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ അതിനൊരു അടുത്ത ചിട്ടയുണ്ട്. നാം അതിന് പ്രകാരമേ ചെയ്യണം.
ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്ക് വരണം, അത് മസ്റ്റാണ്. നമ്മൾ എന്താണ് ഞായറാഴ്ച ഒരു വിവാഹത്തിന് നമ്മൾ കയ്യാനാണ് മുഖ്യം, ദൈവസന്നിധി വേണ്ട. അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാവർക്കും. നാം ഞായറാഴ്ച പള്ളി വരണമെന്നത് മസ്റ്റാണ്, അത് ദൈവത്തിന്റെ നിയമമാണ്. ആ നിയമം ലംഘിക്കരുത്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വിവാഹമായിരിക്കട്ടെ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ആയിരിക്കട്ടെ, നിങ്ങൾ ദൈവസ്ഥലിൽ വന്നിട്ട് അതിനുശേഷം പോവുക. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. നിങ്ങൾ സഭ ഉപേക്ഷിക്കരുത്. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സഭ നമുക്കൊരു നിയമം ദൈവം തന്നിട്ട് എന്താണ്, നാം ദൈവസന്നിധിയിൽ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവം നിങ്ങളെ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ ബലപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നാം എന്ത് ചെയ്യുന്നത്? ദൈവം വേണ്ട, ഞായറാഴ്ച എനിക്ക് ദൈവം വേണ്ട. ജീവിതത്തിൽ ഞാൻ പറഞ്ഞത്, ആദ്യ സ്ഥാനം നാം ദൈവത്തിന് കൊടുക്കണം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാം ദൈവം എന്ത് ചെയ്ത്, ഒരു ക്രമമായി ദൈവം ചെയ്ത്. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം സകലതും എന്ത് ചെയ്ത് നിർമ്മിച്ച ശേഷം 6-ാം ദിവസം ദൈവം എന്ത് ചെയ്ത്, മനുഷ്യനെ തന്റെ സ്വന്തം സാഹചര്യത്തിൽ ദൈവം പൊടി കൊണ്ട് സൃഷ്ടിച്ചു. 7-ാം ദിവസം എന്ത് ചെയ്ത് ദൈവം റെസ്റ്റ് എടുത്ത്. അതിന്റെ അർത്ഥം ഇനി ചെയ്യാൻ ഒന്നുമില്ല, സകലതും ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ 7-ാം ദിവസത്തെ കർത്താവ് ചെയ്ത് അതിനെ അനുഗ്രഹിച്ച് ആ ദിവസം സ്വസ്ഥതയുള്ള ദിവസം എന്ന് ദൈവം ആക്കി. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിയമമുണ്ട്. എന്താണ്? 6 ദിവസം മനുഷ്യൻ ജോലി ചെയ്യണം, 7-ാം ദിവസം അവർക്ക് റെസ്റ്റ് വേണം, സ്വസ്ഥത വേണം. പിന്നെ ഈ ഭൂമിയിൽ നിയമങ്ങൾ ഉണ്ട്. ചിലപ്പോൾ രാജ്യങ്ങൾക്ക് വ്യത്യാസപ്പെടും, അത് വെള്ളിയാഴ്ച ആയിരിക്കും. മുസ്ലിം രാജ്യങ്ങൾ കൂടുതൽ വെള്ളിയാഴ്ചയാണ് അവധി. അപ്പോൾ പറഞ്ഞത്, 6 ദിവസം ഈ ഭൂമിയിൽ നാം എന്ത് ചെയ്യണം? അധ്വാനിക്കണം, കഠിനമായി ജോലി ചെയ്യണം. ഈ 6 ദിവസം ദൈവം നമുക്ക് നൽകപ്പെട്ട കാര്യമാണ്. പക്ഷെ 7-ാം ദിവസം നാം എവിടെ വരണം? ദൈവസന്നിധിയിൽ വരണം. ദൈവത്തിന് നാം ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ ദൈവത്തെ അത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയുന്ന ആളുകൾ, നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എഴുത്തിട്ട് പറയുന്നത്. പക്ഷെ ഒരു ദിവസം ബുദ്ധി വന്നപ്പോൾ എന്തായി? ഞായറാഴ്ച പള്ളി അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ മറ്റേ കാര്യങ്ങൾ ചെയ്യാൻ പോകും. അതുകൊണ്ട് എന്താണ്? നന്മകൾ ലഭിക്കുവാൻ തുടങ്ങി. നാം ദൈവത്തെ വിട്ടിട്ട് മറ്റൊരു പുറകെ നാം ഓടുമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കൂ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നാം തന്നെയാണ്. നാം ദൈവത്തിന് കൊടുക്ക വേണ്ടിയ ആ ക്രമവും വിട്ട് നാം മാറിപ്പോകുമെങ്കിൽ ദൈവത്തിന്റെ നന്മകൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുത്തിട്ട് പറഞ്ഞത്, നിങ്ങൾ മിസ് ചെയ്യരുത്, ദൈവത്തെ ആദ്യ സ്ഥാനം കൊടുക്കുക, നിങ്ങൾ ദൈവസഭയിൽ വരിക, അത് മുടങ്ങരുത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരാഴ്ച മുടങ്ങി നോക്കിയാൽ മതി, തുടർന്ന് 2-3 ആഴ്ചകൾ മുടങ്ങും. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരാഴ്ച മുടങ്ങിയാൽ മതി, തുടർന്ന് 2-3 ആഴ്ചകൾ മുടക്കം വരും. എന്റെ ജീവിതം സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞത്, ദൈവം എല്ലാം ക്രമമായി ചിട്ടയായി ചെയ്ത ദൈവം, ദൈവത്തിന്റെ മക്കളും സകലതും ക്രമവും ഉചിതമായും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം കണ്ടത് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, നാം ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണം. സദൃശവാക്യങ്ങൾ 22-29. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ ഒരു ഭംഗി, അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതിനുവേണ്ടി ഒരുക്കത്തോടെ മുൻപോട്ട് പോകുന്ന ഏത് വ്യക്തിയാണോ കർത്താവ് അവനെ എവിടെ നിർത്തും? രാജാക്കന്മാരുടെ മുൻപിൽ നിർത്തും. അവനെ ചുമ്മാ വെറുതെ ഇല്ല. നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ ചെറുപ്പക്കാരനായ ആരാണ്? ദാനിയേൽ. എവിടെ കൊണ്ടുപോയി നിർത്തി? എവിടെ കൊണ്ടുപോയി നിർത്തി? രാജാക്കളുടെ മുൻപിൽ പോയി കൊണ്ടുപോയി നിർത്തി. ഭാഷ അറിയത്തില്ല, ഭാഷ പഠിച്ച് കർത്താവ് അതിന് ജ്ഞാനം ദൈവം നൽകി. ദാനിയേൽ രാജാക്കന്മാരുടെ മുൻപിൽ നിർത്തുവാൻ ഇടയായി. ദാനിയേൽ മാത്രമല്ല, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേരും രാജസന്നിധിയിൽ അവർക്ക് ജോലി ലഭിക്കുവാൻ ഇടയായി. രാജാവ് കണ്ട് ഏറ്റവും ചെറുപ്പക്കാരൻ, ഇത്രയും ചെറുപ്പക്കാർ മാത്രം എന്ത് ചെയ്ത്? ദൈവിക ജ്ഞാനമുള്ളവൻ എന്ന് രാജാവ് കണ്ട്. അപ്പോ സാമർത്ഥ്യം ഉള്ള പുരുഷനോ അവൻ എവിടെ നിൽക്കും? രാജാക്കന്മാരുടെ മുൻപിൽ നിർത്തും. നമ്മൾ പലപ്പോഴും യോസഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യോസഫ് എന്തായത്? അടിമയായിരുന്നത്. അവന്റെ കാലഘട്ടത്തിൽ കടന്ന് അവിടേക്ക് വചനം വന്ന് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് വിട്ടോ? ഇല്ല. അവനെ കൊണ്ടുവന്ന് എവിടെ നിർത്തി? എവിടെ നിർത്തി? ഫറവോന്റെ മുൻപിൽ നിർത്തുവാൻ ഇടയായി. വായിച്ച വാക്യം 41-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഇവിടെ യോസഫ് എവിടെയായിരുന്നു?
പർവ്വം അന്നത്തെ കാലത്ത് എന്താ പറയാ, ഈജിപ്ത് എന്ന് പറയുന്നത് മഹാരാജ്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാമെങ്കിൽ നമ്മൾ പറഞ്ഞ അമേരിക്കയാണ് വലിയ രാജ്യം എന്ന് പറയുന്ന പോലെ അന്നത്തെ കാലത്ത് ഈജിപ്ത് അല്ലെങ്കിൽ മിസ്രൈം എന്ന രാജ്യം വലിയ രാജ്യമാണ്. ഇപ്പോൾ പർവ്വന്റെ മുമ്പിൽ ആരാണ് നിൽക്കുന്നത്? യോസേഫ്. ആ പർവ്വം ചോദിച്ച്, നീ സ്വപ്നങ്ങൾക്കൊക്കെ അർത്ഥം വ്യാഖ്യാനിക്കാമേ, ഞാൻ ഒരു സ്വപ്നം കണ്ട് അതിനൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അവൻ സ്വപ്നം പറഞ്ഞപ്പോൾ യോസേഫ് എന്ത് ചെയ്ത്? ദൈവിക ജ്ഞാനം കൊണ്ട്. അത് മുമ്പ് യോസേഫ് എന്താണ് ഉത്തരം പറഞ്ഞത്? ഞാനല്ല. ആ സ്ഥലത്ത് നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്നെ കൊണ്ട് കഴിയും, എനിക്ക് പറയാൻ കഴിയും. യോസേഫ് എന്ത് പറഞ്ഞേ? ഞാനല്ല, ദൈവം നിങ്ങൾക്ക് നല്ല ഉത്തരം തരും. അപ്പൊ യോസേഫിന്റെ ജീവിതത്തിലെ ആൾക്കാരും പ്രധാനം ദൈവമാണ്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി ദൈവം എന്ത് ചെയ്യും? മാനിക്കും. ആ സ്വപ്നം പർവ്വം പറഞ്ഞപ്പോൾ യോസേഫ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അത് മാത്രമല്ല, അത് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചനയും അവൻ കൊടുത്തു. ഈ ആലോചന കേട്ടപ്പോൾ പർവ്വം പറഞ്ഞ കാര്യമുണ്ട്, വായിക്കാം. അതേ 41 അധ്യായം അതിന്റെ 38 വാക്യം. കൃത്യമായിട്ട് എന്താണ് പറഞ്ഞത്? പർവ്വം, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിൽ ആരെങ്കിലും നമ്മളെ കുറിച്ച് പറയട്ടോ, ഇവൻ ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ടോ? പറഞ്ഞില്ലെങ്കിൽ ഓർത്തോളോ, നാം ഇപ്പോഴും എന്താണ് ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തികൾ അല്ല. നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്താകട്ടെ, ഭവനങ്ങളാകട്ടെ, നമ്മളെ കുറിച്ച് മറ്റവർ പറയണോ, ഇവൻ ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തിയാണ്. അവിടെയാണ് നിങ്ങളുടെ സാക്ഷ്യമുള്ളത്. അവൻ പറഞ്ഞത് കൊണ്ടല്ല ഇവിടെ പറഞ്ഞത്. ആണ് പറയുന്നത്, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയാണ് പറയുന്നത്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. നമ്മൾ കാണുന്നവർ നമ്മളെയല്ല, ദൈവത്തെ കാണണം. എന്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം അതുപോലെ മാറണം. അതിന്റെ അർത്ഥം നമ്മളിലൂടെ ദൈവത്തെ കാണുന്നില്ലെങ്കിൽ അവർ കാണുന്നത് ദൈവത്തെ അല്ല, നമ്മളെയാണ് കൂടുതൽ കാണുന്നത്. നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ സേവികൾ, നമ്മുടെ പ്രവൃത്തികളാണ് അവർ കൂടുതൽ കാണുന്നത്. അത് മാറണം. നിങ്ങളുടെ ജീവിതം മാറണം. നിങ്ങളൊക്കെ ദൈവത്തിന്റെ നിങ്ങളുടെ മറ്റവർ കാണണം. അതുകൊണ്ടാണ് യോഹന്നാൻ പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവമേ, അടിയൻ കുറയണമേ, അങ്ങ് എന്നിൽ വളരണമേ. നാം ദൈവത്തെ പ്രതിഫലിக்க വേണ്ടിയ സാക്ഷികളായി മാറാൻ വേണ്ടിയ ഒരു വ്യക്തികളാണ്. എന്നാൽ എന്നിലും നിങ്ങളിലും ആ സാക്ഷ്യം ഇല്ലെങ്കിൽ പറയട്ടെ, നാം ദൈവത്തെ അറിഞ്ഞത് വളരെ വേസ്റ്റാണ്. എന്നിലൂടെ നിങ്ങളുടെ ദൈവത്തെ നാം പ്രതിഫലിക്കണം. കുട്ടികൾ നിങ്ങളുടെ സ്കൂളിലായിരിക്കുമ്പോൾ അവർ പറയണം, മറ്റു കുഞ്ഞുങ്ങൾ പറയണം, ഇത് ദൈവത്തിന്റെ മക്കളാണ് എന്ന് അവർ പറയണം. നിങ്ങൾ ദൈവത്തെ കാണിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ പർവ്വൻ യോസേഫിനെ കുറിച്ച് പറയും, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ണു കിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പറഞ്ഞത് 39 വാക്യം, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. പറയുന്നത് ആരാണ്? പർവ്വൻ. ദേശത്തെ ആളുകൾ രാജാവ് പറയുന്നത്, നിന്നെ പോലെ ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. ആ പറയുമ്പോൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. എന്താണ്? ജ്ഞാനമില്ലാത്തവൻ ഒരുത്തനും, നിന്നെ പോലെ ഒരുത്തനുമില്ല. അടുത്തത് പർവ്വൻ എന്താണ് പറഞ്ഞത്? നീ എന്റെ ഗ്രഹത്തിൽ മേലധികാരിയായിരിക്കും, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ അധികാരം ആർക്കാണ്? ആ ദേശത്തെ നിയന്ത്രിക്കുവാനുള്ള അധികാരം ആർക്കാണ് കിട്ടിയത്? യോസേഫിന്. എന്തുകൊണ്ട്? അവന്റെ വാക്കും ശരി, അവന്റെ പ്രവൃത്തിയും ശരി, അവൻ ദൈവത്തെ അധികമായി കാണിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടത് കൊണ്ട് പർവ്വൻ പറഞ്ഞത്, ഈ ദൈവാത്മാവുള്ള പുരുഷനെ പോലെ ഒരുത്തനും ഇല്ല. ഈ ഭൂമിയിൽ ഒരു ജ്ഞാനവും പ്രാപിച്ച ഒരു വ്യക്തി നിന്നെപ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞ് തന്റെ അധികാര സ്ഥാനം മുഴുവതും ആരുടെ കയ്യിൽ ഏൽപ്പിച്ച് യോസേഫ് അവർക്ക് വസ്ത്രം കൊടുത്ത്, മോതിരം കൊടുത്ത്, പ്രത്യേകിച്ച് പറഞ്ഞ്, നീ കൈ അണങ്ങാതെ ഓർത്തനും കൈ അണങ്ങരുത്. അതർത്ഥം അധികാരത്തെ കൊടുത്തതാണ്. നീ കൈ അസഞ്ചാൽ മറ്റൊരു അസൈനം, നീ പറഞ്ഞാൽ അവൻ അത് അനുസരിക്കണം. നീ എന്ത് പറഞ്ഞാലും അവൻ അത് അനുസരിച്ചേ മതിയാകും. ആലോചിച്ച് നോക്ക്, എവിടെയായിരുന്നു യോസേഫ്? കുന്തകൾ മാത്രമല്ല,
പഴി, നിന്ദ, അവമാനം, ഒരു തെറ്റും ചെയ്യാതെ അവന് കുണ്ടലിൽ വരാൻ വേണ്ടിയ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊന്നും നോക്കിയില്ല. അവൻ എവിടെയായിരുന്നാലും അവൻ തന്റെ ദൈവത്തിന് കൊടുത്ത സ്ഥാനം. വചനം പറയുന്നതാണ്, അവൻ അത്രയും കാര്യങ്ങൾ, എല്ലാ കാര്യവും ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഒരു അടിമയായി കൊണ്ടുപോകപ്പെട്ട് പോത്തിഫാറിന്റെ ഭവനത്തിലായിരുന്നത് പോത്തിഫാർ കണ്ട് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ടിട്ട് എന്ത് ചെയ്തു? എല്ലാ കാര്യവും അവന്റെ കൈ ഏൽപ്പിക്കുവാനിടയായി. അവൻ എല്ലാം ഏറ്റവും ഭംഗിയായി ചെയ്തു. അവൻ കാരാഗൃഹത്തിൽ കിടന്നു, അവിടെയും എന്ത് ചെയ്ത്? അധികാരസ്ഥാനം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടെയും എല്ലാ കാര്യവും അവൻ ഭംഗിയായി ചെയ്തു. അതായത് അങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്ത വ്യക്തിയെ ദൈവം മാനിക്കും, ഉയർത്തും. അതുകൊണ്ട് നിങ്ങൾ ഏത് അവസ്ഥ இருந்தாலும் പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യുമെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഉയർത്തും. അത് യാതൊരു സംശയമില്ല.